ആ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ട്. കണ്ട, ഈ സെൽ വാളാണ്, ഇതാണ് സെൽ വാൾ. ഈ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ക്രോമസോംസുകൾ എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കുക, ഈ ന്യൂക്ലിയസിന്റെ അണ്ടറിൽ, നമ്മുടെയൊക്കെ സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ അകത്ത് ക്രോമസോം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്രോമസോംസ്. നമ്മുടെ ശരീരത്തിൽ 23 പെയർ ക്രോമസോംസുകളാണുള്ളത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്രോമസോംസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ക്രോമസോംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എൻ എ കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്ടീരിയക്കും DNA ക്രോമസോംസുകളൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ബാക്ടീരിയക്ക് ഒരൊറ്റ ക്രോമസോമേ ഉള്ളൂ. അത് സിംഗിൾ ആണ്, സർക്കുലർ ക്രോമസോംസ് ആണ്. കണ്ട, ഇങ്ങനെ വട്ടത്തില് ഒരു സിംഗിൾ ക്രോമസോംസ് ആയിട്ടാണ് നമ്മുടെ കിങ്ഡം മൊണീറയില് ക്രോമസോംസുകൾ ഇരിക്കുന്നത്. അവർക്ക് ന്യൂക്ലിയസ് ഒന്നുമില്ല. അവരുടെ അവരുടെ ക്രോമസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവരുടെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ വിടർന്ന് കിടക്കുക. സൈറ്റോപ്ലാസം എന്താന്ന് മനസ്സിലായോ? ഈ പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലേ, ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലുള്ള സ്പേസിനെയാണ് നമ്മള് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടാണ് ഈ സിംഗിൾ സർക്കുലർ ക്രോമസോംസ് കിടക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ട, ഈ സൈറ്റോപ്ലാസത്തിൽ കുറെ ഡോട്ട് 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 പോലത്തെ കുറെ സ്ട്രക്ചേഴ്സ് കണ്ടില്ലേ? ഇതിനെയാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. റൈബോസോംസ്. ഈ റൈബോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോകാരിയോട്ടുകളിലും യൂകാരിയോട്ടുകളിലും റൈബോസോംസുകളുണ്ട്. അപ്പൊ നമ്മുടെ സെല്ലുകളുടെ ഉള്ളിലും റൈബോസോംസുകൾ ഉണ്ട്. ഈ ബാക്ടീരിയക്കും റൈബോസോംസ് ഉണ്ട്. അപ്പൊ പ്രോകാരിയോട്ടിക് സെല്ലുകളിലും യൂകാരിയോട്ടിക് സെല്ലുകളിലും കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ് റൈബോസോം. ഓർഗനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓർഗനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓർഗനൽ എന്ന് പറഞ്ഞാല്? ഓർഗനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് നമ്മൾ ഓർഗൻ എന്നല്ല പറയുക, ഓർഗൻ. അപ്പൊ പക്ഷെ ഈ സെല്ലിന്റെ അകത്തുള്ള കമ്പാർട്ട്മെന്റുകൾക്ക് നമ്മൾ ഓർഗനൽ എന്നാ പറയുക. ഓർഗനൽ. അത് ഞാൻ അതിലോട്ട് വരും കേട്ടോ, ഓർഗനൽ എന്താണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് ഇല്ല? ശ്വാസകോശം എന്താ ചെയ്യുന്നത്? ലങ്സ് എന്താ ചെയ്യുന്നത്? ശ്വാസം എടുക്കാനും പുറത്തു വിടാനും സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ബാക്ടീരിയയുടെ അകത്തുള്ള റൈബോസോംസുകള് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനുകൾ ഉണ്ടാക്കാനാണ് സഹായിക്കുന്നത്. റൈബോസോംസുകളെ നമുക്ക് പ്രോട്ടീൻ ഫാക്ടറി എന്നൊക്കെ പറയാം. പ്രോട്ടീനെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പൊ ശരീരം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ വേണം. പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പും അതേപോലെ ഒരു ഭംഗിയൊക്കെ കൊടുക്കുന്നത് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് റൈബോസോമുകളാണ്. ഓരോ സെല്ലിന്റെയും റൈബോസോമുകളാണ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ആ റൈബോസോംസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ കാണും. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇവർക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിന്റെ ചുറ്റും സെൽ വോൾ ഉണ്ട്. ഈ സെൽ വോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർക്ക് ക്രോമസോംസ് ഉണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെ ഇവർക്കും ക്രോമസോംസ് ഉണ്ട്. പക്ഷെ ഇവരുടെ ക്രോമസോമിന്റെ വ്യത്യാസം എന്താ? അത് സിംഗിൾ ആണ്, സർക്കുലർ ക്രോമസോം ആണ്. നമുക്ക് സിംഗുലർ ആണോ? നമുക്ക് സിംഗിൾ ഒന്നല്ല. സിംഗുലർ അല്ല കേട്ടോ, സിംഗിൾ അല്ല. നമുക്ക് 23 പെയർ ക്രോമസോംസ് ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്താണ്? ഒരൊറ്റ സർക്കുലർ ക്രോമസോംസേ ഉള്ളൂ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തില്ല? ഓർഗനൽസുകളില്ല. ഇതാണ് ഓർഗനൽസ് കേട്ടാ. ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന കമ്പാർട്ട്മെന്റ്സുകളെ നമ്മൾ ഓർഗനൽസ് എന്നാ പറയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 10ാം ക്ലാസ്സിലൊക്കെ. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ്, ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ വാക്കുകളെയാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്തില്ല? ഓർഗനൽസുകളൊന്നുമില്ല. നമ്മളെ പോലെ ഒന്നുമല്ല. ഇവർക്ക് പ്രത്യേകിച്ച് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നുമില്ല. അടിപൊളി നല്ല ഓർഗനൽസുകളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഒറ്റകോശ ജീവിയല്ലേ, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഇവർക്ക് അത്ര എനർജി ഒന്നും വേണ്ടല്ലോ ജീവിക്കാൻ. പിന്നെ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജീവി ഒന്നല്ല. അപ്പൊ ഇവർക്ക് അധികം ഓർഗനൽസുകളുടെ ആവശ്യമൊന്നുമില്ല. ഇവർക്ക് അത്യാവശ്യത്തിന് വേണ്ടി റൈബോസോമുകളൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബാക്കി ഓർഗനൽസുകളൊന്നും അവർക്കില്ല. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ
സെൽ വാൾ നേരത്തെ മിസ് പറഞ്ഞു. ഈ സെൽ വാളിന്റെ പണി എന്താണെന്നറിയോ? എന്താ സെൽ വാളിന്റെ പണി എന്നറിയോ? എന്തിനാ സെൽ വാൾ ഉള്ളത്? ഈ പ്ലാന്റ്സുകൾക്കും ബാക്ടീരിയകൾക്കും സെൽ വാൾ ഉണ്ട്. എന്തിനാണെന്നറിയോ? ഇത് പ്ലാന്റ്സുകളുടെയും ബാക്ടീരിയകളുടെയും പ്രൊട്ടക്ഷൻ ആണ്. പെട്ടെന്ന് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്ത ജീവികളാണ്. പക്ഷെ അവരുടെ പ്രൊട്ടക്ഷൻ അവരുടെ സെൽ വാളാണ്. മറ്റ് ഓർഗാനിസത്തിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുമുള്ള എൻവിയോൺമെന്റിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവരുടെ സെൽ വാളാണ്. അപ്പൊ നമ്മുടെ സ്കിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും ഇല്ലേ? സ്കിൻ ഉള്ളത് കാരണം കൊണ്ടല്ലേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. ഈ സ്കിൻ ഇല്ലാത്തൊരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അല്ലേ? പെട്ടെന്ന് ബാക്കിയുള്ളവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സ്കിന്ന് നമ്മൾ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സെൽ വാളും നമ്മുടെ മൊണീറ ബാക്ടീരിയകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. മാത്രല്ല ഈ സെൽ വാളിന്റെ ഗുണം എന്താണെന്നറിയോ? ഇത് നമ്മുടെ ബാക്ടീരിയക്ക് ഒരു ഷേപ്പ് കൊടുക്കും. ഇപ്പൊ നമ്മുടെ ശരീരത്തില് എല്ലില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ശരീരത്തിൽ എല്ലുകളേ ഇല്ല. അപ്പൊ മസിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇങ്ങനെ തൂക്കിയെടുക്കാൻ പറ്റും ഇല്ലേ? അങ്ങനെയായിരിക്കും. അപ്പോ എല്ലുകളാണ് നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പ് തരുന്നത്. അതേപോലെ നമ്മുടെ ബാക്ടീരിയകൾക്ക് ഷേപ്പ് കൊടുക്കുന്ന ആളാണ് നമ്മുടെ സെൽ വാൾ. അപ്പൊ സെൽ വാളിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ പ്രൊട്ടക്ഷൻ. പിന്നെ രണ്ടാമത്തെ ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഗീവ് ഷേപ്പ് ടു ദ സെൽ. ഷേപ്പ് കൊടുക്കും. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. പിന്നെ അതിന്റെ മേജർ കമ്പോസിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പിഡ്സുകളാണ്. ലിപ്പിഡ്സ് കേട്ടിട്ടുണ്ടാവും, കൊഴുപ്പ് എന്ന് പറയും. പിന്നെ നമ്മുടെ പോളിസാക്രൈഡ്സ് എന്ന് പറയും. പോളിസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരുപാട് മോണോസാക്രൈഡുകൾ കൂടിച്ചേർന്നാലാണല്ലോ പോളിസാക്രൈഡ്സ് ഉണ്ടാവുന്നത്. നമ്മുടെ ഷുഗറിന്റെ മോളിക്യൂൾസുകൾ കൂടിച്ചേർന്നാലാണ് നമ്മുടെ പോളിസാക്രൈഡ്സുകൾ ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി കുറച്ച് പ്രോട്ടീൻസുകൾ. ഓക്കെ. ഏറ്റവും കൂടുതൽ സെൽ വോളിലുള്ള കമ്പോണന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. ലിപ്പിഡ്സുകളുമുണ്ട്, പോളിസാക്രൈഡ്സുകളുമുണ്ട്, കുറച്ച് പ്രോട്ടീൻസുകളുമുണ്ട്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ട മിസ് വേറൊരു ബാക്ടീരിയ, നമ്മൾ നേരത്തെ കാണിച്ച ബാക്ടീരിയ തന്നെയാണ് ഇട്ടത്. ഇത് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ ഇട്ടത്. നിങ്ങൾ കണ്ട ഈ ബാക്ടീരിയയുടെ ഒരു വാല് പോലത്തെ ഒരു ഏരിയ സംഭവം കണ്ട? ഈ ഒരു വാല് കണ്ട? ഈ വാലിനെയാണ് നമ്മൾ ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ സ്ട്രക്ചർ അല്ലെ? നമ്മുടെ ഈ ബാക്ടീരിയക്ക് മൂവ് ചെയ്യാൻ പറ്റും. ബാക്ടീരിയ നമ്മുടെ എലി പോലെ കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാലുള്ളത് കാരണം കൊണ്ടാണ്. ഈ വാലിങ്ങനെ കിടന്ന് ഇളകുമ്പോ അവർക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിന് നമ്മൾ ഫ്ലജെല്ല എന്നാ പറയുക. അപ്പൊ ബാക്ടീരിയൽ സെല്ലിന്റെ ഫ്ലജെല്ല അവരുടെ മൂവ്മെന്റിന് സഹായിക്കും. ഓക്കെ. പിന്നെ മക്കൾ മനസ്സിലാക്കുക, ഒരുപാട് ചെറിയ കുഞ്ഞു രോമങ്ങൾ കാണാനില്ലേ നിങ്ങൾക്ക് അവരുടെ പുറത്ത്? ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മുകളിൽ കുറെ രോമങ്ങളുണ്ട് അല്ലെ? നമ്മുടെ ബാക്ടീരിയയുടെ പുറത്തും കുറെ രോമങ്ങളുണ്ട്. ഈ രോമങ്ങൾക്ക് പറയുന്ന പേരാണ് ഫിംബ്രിയെ എന്ന് പറയും. ഫിംബ്രിയെ മനസ്സിലായോ? ഫിംബ്രിയെ നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ട് പഠിക്കൂട്ടാ. ഇപ്പൊ ജസ്റ്റ് മക്കള് മനസ്സിലാക്കുക, നമ്മുടെ ബാക്ടീരിയയുടെ പുറത്ത് കാണപ്പെടുന്ന കുഞ്ഞു രോമങ്ങളെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? The hair-like structures which is present over the bacteria is called fimbriae. The hair-like structures which is present over the bacteria is called fimbriae. കണ്ട? ഇനി വേറൊരു സാധനം എടുക്കാം, കുറച്ചും കൂടി നീളം കൂടിയ ഒരു വള്ളി പോലത്തെ ഒരു സാധനം. കണ്ട നിങ്ങള്? കാണാനുണ്ടാ? നല്ല ഡാർക്ക് കളറിൽ കണ്ടില്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് പിലി. നല്ല പേരല്ലേ? പിലി. അപ്പൊ നിങ്ങൾക്കിത് കാണുമ്പോൾ എല്ലാതും സെയിം ആയിട്ട് തോന്നും. പക്ഷെ ഈ 3 വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ 1 by 1 ആയിട്ട് പറയൂട്ടാ. അപ്പൊ നിങ്ങളൊരു ബാക്ടീരിയനെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ വാലാണ് ഫ്ലജെല്ല, രോമങ്ങളാണ് ഫിംബ്രിയെ. അതേപോലെ ഈ വള്ളി പോലത്തെ ഈ സാധനങ്ങളില്ലേ, അതിനെയാണ് പിലി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 3 സ്ട്രക്ചേഴ്സുകളാണ് നമുക്ക് ബാക്ടീരിയയുടെ പുറത്ത് കാണാൻ പറ്റുക. ഓക്കെ. ഈ 3 സ്ട്രക്ചേഴ്സിനും 3 ഡിഫറെന്റ് പണികളാണ്.
മൂന്നും ഒരേ പണിയാണോ എന്ന് ചോദിച്ചാലല്ല, മൂന്ന് വ്യത്യസ്തമായ ജോലികളാണ് ചെയ്യുക. നോക്കാം. അപ്പൊ ആദ്യം പിലി നോക്കാം. പിലി എന്താ ചെയ്യുക? പിലി എന്ന് പറയുമ്പോൾ ഷോർട്ടാണ് അല്ലെ? ഫ്ലജല്ലനെക്കാട്ടിയും കുറച്ച് ഷോർട്ടാണ് പിലി. ഈ ഒരു ത്രെഡ് പോലെ തിൻ ത്രെഡ് ലൈക്ക് അല്ലെങ്കിൽ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് വിച്ച് ഈസ് പ്രൊജക്ടിങ് ഔട്ട് ഫ്രം ദ സെൽ വാൾ. ഈ സെൽ വാളിന്റെ പുറത്ത് കൂടെ കുറച്ച് തിൻ ആൻഡ് ത്രെഡ് ട്യൂബുലാർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് പിലി എന്ന് പറയുന്നത്. പിലി എന്ന് പറയുന്നത് ഇത് ഷോർട്ടായിരിക്കും, ഫ്ലജല്ലനെക്കാട്ടിയും ഷോർട്ടായിരിക്കും. ഈ സെൽ വാളിന്റെ പുറത്താണ് ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പെൺകുട്ടികളുടെ ശബ്ദം ഒന്നും കേൾക്കാനില്ലല്ലോ. സുമയ്യ, സന, കേൾക്കാവോ? ഇല്ല. കേൾക്കാല്ലേ? ആ, ഓക്കെ. ഇനി നിങ്ങൾ കണ്ട ഇപ്പൊ നേരത്തെ മിസ് കാണിച്ചില്ലേ ബാക്ടീരിയ? ഇത് വേറൊരു ബാക്ടീരിയ കേട്ടാ. കണ്ട, ഇതിന്റെ മുഖത്ത് കുറെ രോമങ്ങൾ കാണാനുണ്ട് അല്ലേ? ഇതാണ് ഫിംബ്രിയെ. ഒരു നീലവള്ളി കാണാനുണ്ടാ? നീലവള്ളി വലുത് സ്ട്രക്ചർ, അതാണ് പിലി. പിലി. പിന്നെ ഈ വാല് പോലത്തെ കുറെ സ്ട്രക്ചേഴ്സ് കാണാനില്ലേ? ഈ വാലിനെയാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ചില ബാക്ടീരിയകൾക്ക് ഒറ്റ ഫ്ലജല്ലേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് കുറെ ഫ്ലജല്ല ഉണ്ടാവും. കണ്ട, ഈ ഡയഗ്രത്തിലുള്ള ഈ ബാക്ടീരിയക്ക് ഒരുപാട് ഫ്ലജല്ലകൾ ഉണ്ട്. കണ്ടില്ലേ? ആ, ഫ്ലജല്ല. അപ്പോ ഈ ബാക്ടീരിയകൾ ചിലപ്പോൾ മൂവ് ചെയ്യും. ചിലർക്ക് ഒറ്റ ഫ്ലജല്ലയാവും, ചിലർ ഒരു ഫ്ലജല്ല വെച്ചിട്ടാവും മൂവ് ചെയ്യുക. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫ്ലജല്ലകൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഫ്ലജല്ല എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലജല്ല മൂവ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഓക്കെ, ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയകൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയകൾ ഉണ്ട്, പക്ഷെ ഫ്ലജല്ല ഉണ്ട്. മാക്സിമം എല്ലാവർക്കും എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട്. പിന്നെ നോക്കിയേ, അപ്പോ എങ്ങനെ ഫ്ലജല്ലയും പിലിയും തമ്മിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാവുക? ഫ്ലജല്ല ഭയങ്കര ലോങ്ങർ ആണ് അല്ലേ? വാല് പോലത്തെ സാധനം. പിന്നെന്താണ്? പിലിനെക്കാട്ടും കുറച്ചും കൂടി തിക്നെസ് കൂടുതലാണ് ആർക്ക്? ഫ്ലജല്ലക്ക്. അപ്പൊ ഫ്ലജല്ല ആർ ലോങ്ങർ ആൻഡ് തിക്കർ ദാൻ പിലി. ഫ്ലജല്ല ആർ ലോങ്ങർ ആൻഡ് തിക്കർ ദാൻ പിലി. മനസ്സിലായോ? ഇനി അടുത്തത് പ്ലാസ്മ മെംബ്രെയിൻ. നമുക്ക് ഓൾറെഡി അറിയാം, പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ് സെൽ മെംബ്രെയിൻ അല്ലെ? നമുക്ക് സെൽ വാളിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഇതാണ് സെൽ വാൾ. ഈ സെൽ വാളിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ സ്ട്രക്ചറിനെയാണ് സെൽ വാൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ മെംബ്രെയിന്റെ മറ്റൊരു പേരാണ് സെൽ മെംബ്രെയിൻ. അതും നമുക്കറിയാം അല്ലെ? അപ്പൊ എന്താ പ്ലാസ്മ മെംബ്രെയിന്റെ പണി? ഇതാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്ത് നിൽക്കുന്ന പണിയാണ് നമ്മുടെ ആർക്കുള്ളത്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. ഇത് സൈറ്റോപ്ലാസം. അപ്പൊ സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്ത് വെക്കുന്ന മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ സെല്ലിന്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റുകളാണ് ഉള്ളത്, അതിനെ കവർ ചെയ്യുന്ന പണിയാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. ഓക്കെ, ഇനി ഈ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിപ്പിഡ്സുകൾ കൊണ്ടും പ്രോട്ടീൻസുകൾ കൊണ്ടാണ്. നേരത്തെ നമ്മൾ പഠിച്ചു സെൽ വാൾ അല്ലെ? സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കനുകൾ കൊണ്ടാണ്. പക്ഷെ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് ലിപ്പിഡ്സുകൾ കൊണ്ടും പ്രോട്ടീൻസുകൾ കൊണ്ടുമാണ്. കൊഴുപ്പുകൾ കൊണ്ടും പ്രോട്ടീനുകൾ കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യണോട്ടാ. ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾ തീരെ +2 പഠിക്കാത്ത മക്കളാണെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായി, നിങ്ങൾ ഓൾറെഡി +2 പഠിച്ച കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ലിപ്പിഡ്സ് എന്താ, പ്രോട്ടീൻസുകൾ എന്താന്ന് അറിയാം. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായ കാരണം കൊണ്ടാണ് ഞാൻ ഇത്തിരി ഒന്ന് ഫാസ്റ്റ് ആക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യും. നല്ല ഞാൻ സ്ലോയിലാക്കിയാലും നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ? നിങ്ങൾ 2x ഇട്ട് കാണുന്നവരല്ലേ? ഓക്കെ, അപ്പോ നിങ്ങൾക്ക് സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കാം. എങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സജഷൻസ് പറയാം. എങ്ങനെയൊക്കെയാ വേണ്ടിയത്, അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് റീഷെഡ്യൂൾ ചെയ്യാം. നോ ഇഷ്യൂസ്. ഇനി അടുത്തതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു യൂക്കാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് പഠിച്ചു അല്ലെ? നമ്മുടേത് യൂക്കാരിയോട്ടിക് സെല്ലാണ്.
നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ബാക്ടീരിയകൾ എന്തല്ല, ന്യൂക്ലിയസ് ഉള്ളവരല്ല. അത് കാരണം കൊണ്ട് അവരെ നമ്മൾ പ്രോകാരിയോട്ട് എന്നാണ് വിളിച്ചത്. പ്രോകാരിയോട്ടിന് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസിന് പകരം പിന്നെ അവർക്ക് ആരാ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട മറുപടി, അവർക്ക് ന്യൂക്ലിയസ് ഇല്ല, പക്ഷെ അവർക്ക് ന്യൂക്ലിയോയിഡ് ഉണ്ട് എന്ന് പറയും. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു ഭാഗം ഇതൊരു ബാക്ടീരിയയാണ്, കണ്ട ഇതിന്റെ ഫ്ലജല്ലയാണ്, ഫ്ലജല്ല ഇത് ഇതിന്റെ ഫിംബ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ക്രോമസോംസുകളുണ്ട്. ഈ ക്രോമസോംസ് ന്യൂക്ലിയസിന്റെ അകത്തല്ല, പകരം ഈ ഒരു സ്പേസിൽ ഈ സെന്റർ ഭാഗത്തിന് പറയുന്ന പേര് ന്യൂക്ലിയോയിഡ് എന്ന്. അപ്പൊ ബാക്ടീരിയകൾക്കും ക്രോമസോം ഉണ്ടടാ, പക്ഷേ അവരുടെ ക്രോമസോം ന്യൂക്ലിയസിന്റെ അകത്തല്ല. എവിടെയാണോ അവരുടെ ക്രോമസോംസുകൾ കാണുന്നത് അതിനെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയാം, ന്യൂക്ലിയോയിഡ്. അപ്പോ പ്രോകാരിയോട്ടിക് സെൽസുകൾക്ക് ന്യൂക്ലിയോയിഡ് ആണുള്ളത്. അറ്റ് ദ സെയിം ടൈം യൂക്കാരിയോട്ടിക് സെൽസുകൾക്ക് ന്യൂക്ലിയസ് ആണുള്ളത്. അതാണ് വ്യത്യാസം. മനസ്സിലായോ? ഹലോ? Yes, Miss, മനസ്സിലായി. ഓക്കെ, ദ ബാക്ടീരിയൽ ക്രോമസോം എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്മിഡ് എന്താന്നൊക്കെ മിസ് പറഞ്ഞുതരാം. അത് ആലോചിച്ചിട്ട് പേടിക്കണ്ട, എന്ത് ഈ സാധനം ആലോചിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട, അത് അവിടെ കെടുക്കട്ടെ. ഈ ബാക്ടീരിയൽ ക്രോമസോംസുകളുണ്ട്. മിസ് നേരത്തെ പറഞ്ഞു, ബാക്ടീരിയക്ക് ഒരൊറ്റ സിംഗുലർ ക്രോമസോമേ ഉള്ളൂ അല്ലെ, സിംഗുലർ റൗണ്ട് ക്രോമസോംസുകളാണ്. അപ്പൊ സൈറ്റോപ്ലാസത്തിലാണ് എന്തിരിക്കുന്നത്, ക്രോമസോംസുകൾ ഇരിക്കുന്നത്. സൈറ്റോപ്ലാസത്തിന്റെ എവിടെയാണോ ക്രോമസോംസുകൾ ഇരിക്കുന്നത് അതിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. വെരി ഇമ്പോർട്ടൻറ്റ്, ന്യൂക്ലിയോയിഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയോയിഡിൽ എന്തൊക്കെ ഉണ്ടാവുക, 1 സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA. ഓക്കെ, ഇതാണ് ഈ DNA ഡബിൾ സ്ട്രാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ 2 വള്ളികൾ ഉണ്ടാവും. ഡബിൾ സ്ട്രാൻഡഡിനെ അതൊക്കെ DNA എന്താണെന്ന്, ഡബിൾ സ്ട്രാൻഡഡ് എന്താണെന്നൊക്കെ പറഞ്ഞു DNA എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, 1 സർക്കുലർ സിംഗിൾ ക്രോമസോംസുകളാണ് നമ്മുടെ പ്രോകാരിയോട്സുകൾക്കുള്ളത്, നമ്മുടെ ബാക്ടീരിയകൾക്കുള്ളത്. ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ഇനി ബാക്ടീരിയൽ ക്രോമസോംസുകളെ കുറിച്ചാണ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോ എന്താ ക്രോമസോംസുകൾ ചെയ്യുക, നിങ്ങൾ പറ, എന്താ ഈ ക്രോമസോംസുകൾ ചെയ്യുക? DNA ഒക്കെ എന്താ ചെയ്യുക? എന്തിനാ നമുക്ക് DNA? What is the purpose of this DNA? സന ഒന്ന് പറഞ്ഞേ, എന്തിനാ നമുക്ക് DNA ഉള്ളത്? DNA എന്താ ചെയ്യുന്നത് എന്നറിയോ? നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് DNA. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പല പല ക്യാരക്ടേഴ്സ്, നമ്മുടെ ബോഡിയിൽ പല ക്യാരക്ടേഴ്സും കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 2 കണ്ണുണ്ട്. ഓക്കെ, എന്റെ തലമുടിയുടെ കളർ ബ്ലാക്ക് ആണ്, എന്റെ ചുരുണ്ട മുടിയാണ്. അതേപോലെ എന്റെ ബ്ലഡിന്റെ കളർ റെഡ് ആണ്. എനിക്കൊരു 2 കിഡ്നി ഉണ്ട്, എനിക്കൊരു ഹൃദയമുണ്ട്. ഓക്കെ, ഈ ശരീരത്തിലെ കണ്ടമാനം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ക്രോമസോംസുകളാണ്. ഇപ്പൊ ജനിക്കുമ്പോൾ തന്നെ കുട്ടി വൈകല്യമായിട്ടാണ് ജനിക്കുന്നത്, ആ ക്യാരക്ടർ കുട്ടിയുടെ കൺട്രോൾ ചെയ്യുന്നത് ക്രോമസോംസുകളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ ആ ക്യാരക്ടേഴ്സ് മൊത്തം അവർക്ക് വന്നത് അവരുടെ DNA എന്നാണ്. ഓക്കെ, ഈ ക്രോമസോംസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് DNA കൊണ്ടാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആദ്യം എന്താണ് ക്രോമസോം, DNA എന്നൊക്കെ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ക്രോമസോംസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് DNA കൊണ്ടാണ്. ഇത് ക്രോമസോമാണ്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് DNA കൊണ്ടാണ്. ഓക്കെ, അപ്പോ ശരീരത്തിലുള്ള എല്ലാ ഫങ്ഷൻസുകളും ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ ബാക്ടീരിയൽ ക്രോമസോംസുകളാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി വേറൊരാളുണ്ട്, ഈ ക്രോമസോമിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾ കണ്ട, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. എന്താണ്? പ്ലാസ്മിഡ്. കണ്ട, ഇത് ക്രോമസോംസുകളാണ്. നമ്മുടെ ഈ ബാക്ടീരിയകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്,
മനുഷ്യന്മാരെ പോലെയല്ല ബാക്ടീരിയകൾ. മനുഷ്യന്മാർക്ക് ക്രോമസോംസുകൾ മാത്രമേ ഉള്ളൂ, ബാക്ടീരിയകൾക്കും ക്രോമസോംസ് ഉണ്ട്. മനുഷ്യന്മാരുടെ ക്രോമസോംസുകളെ നമുക്ക് ഹ്യൂമൻ ക്രോമസോംസ് എന്ന് പറയാം. ബാക്ടീരിയകളുടെ ക്രോമസോംസുകളെ നമുക്ക് ബാക്ടീരിയൽ ക്രോമസോംസ് എന്ന് പറയാം. പക്ഷെ ഈ ബാക്ടീരിയൽ ക്രോമസോംസിന് പുറമെ, മിസ് ഈ മൗസിന്റെ ആരോ കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഈ ബാക്ടീരിയൽ ക്രോമസോംസിന്റെ പുറമെ ഒരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഒരാളുണ്ട്. കണ്ട, എക്സ്ട്രാ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ പുറത്ത് വട്ടത്തിലിരിക്കുന്നത്. അയാളെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. നിങ്ങൾ മനസ്സിലാക്കുക, ബാക്ടീരിയകൾക്ക് മാത്രമേ ഈ ലോകത്തിൽ പ്ലാസ്മിഡ്സ് ഉള്ളൂ, വേറെ ആർക്കും പ്ലാസ്മിഡ്സ് ഇല്ല. ഓക്കെ, പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എക്സ്ട്രാ ക്രോമസോമൽസ്. ക്രോമസോംസിന് പുറമെ വേറൊരു DNA അവർക്കുണ്ട്. അതിനെയാണ് നമ്മുടെ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്മിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ബാക്ടീരിയ പൊസസ് അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടൊരു സ്മോൾ സർക്കുലർ DNA മോളിക്യൂൾസ് ഉണ്ട്. കാരണം ഇതും DNA ആണ്. പ്ലാസ്മിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് DNA കൊണ്ടാണ്. പക്ഷെ ബാക്ടീരിയൽ ക്രോമസോംസിന് മാറിയിട്ട് കുറച്ച് ക്രോമസോംസുകൾ ഇവർക്കുണ്ട്. അതിന് നമ്മൾ എക്സ്ട്രാ ക്രോമസോമൽ എന്ന് പറയും. ഈ എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സർക്കുലർ DNA മോളിക്യൂൾസിന് വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്സ്. അപ്പൊ ചോദിക്കട്ടെ, എന്താണ് പ്ലാസ്മിഡ്സിന്റെ പണി എന്നറിയോ? എന്താണ് ഈ പ്ലാസ്മിഡ്സിന്റെ പണി? പറഞ്ഞുതരാം. മറ്റേലോട്ട് ഞാൻ വീണ്ടും വരട്ടെ. എന്താ അറിയോ പ്ലാസ്മിഡ്സിന്റെ പണി? ഇപ്പൊ നമുക്കൊരു പനി വന്നു, ഒരു ബാക്ടീരിയൽ പനിയാണ് എനിക്ക് വന്നത്, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായത്. പനി പറയുമ്പോൾ ചിലപ്പോൾ ബാക്ടീരിയൽ ഫീവർ ആകാം, വൈറൽ ഫീവർ ആകാം. ഓക്കെ, ഇപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എനിക്ക് ഉണ്ടായത്. ഭയങ്കര പനി, സഹിക്കാൻ പറ്റാത്ത പനി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക് എഴുതി. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ, ബാക്ടീരിയൽ രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകളെയാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ ആദ്യം ഈ ആന്റിബയോട്ടിക് എനിക്ക് എഴുതി. അപ്പൊ ഒരു 3-4 ദിവസത്തിന്റെ ഉള്ളിൽ എന്താണ്, എനിക്ക് രോഗം മാറി. ഒരു മൂന്ന് ദിവസത്തെ കോഴ്സ് എടുത്തപ്പോൾ എന്റെ രോഗം മാറി. അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ സെയിം ബാക്ടീരിയ എന്നെ വീണ്ടും അറ്റാക്ക് ചെയ്ത് എനിക്ക് പനി വന്നു. അപ്പൊ ഈ സെയിം ആന്റിബയോട്ടിക് ഡോക്ടർ എഴുതി. അപ്പൊ ഈ 3 എന്നുള്ളത് 3 ദിവസം കൊണ്ട് മാറിയ പനി ഇപ്പൊ 5 ദിവസം കൊണ്ടാണ് മാറിയത്. ഓക്കെ, ഇനി ഈ അടുത്ത മാസം എനിക്ക് വീണ്ടും ഈ പനി വന്നു. സെയിം ബാക്ടീരിയ. ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടർ വീണ്ടും സെയിം ആന്റിബയോട്ടിക് എഴുതി. ഒരു 7 ദിവസമായിട്ടും എന്റെ പനി മാറുന്നില്ല. കാരണം എന്താണെന്നറിയോ? ആന്റിബയോട്ടിക് എന്താ മോനെ? ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണോ? ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. ആരാ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത്? ബാക്ടീരിയക്ക് ഇപ്പൊ പുല്ല അല്ലെ. ആദ്യം ഒരു ദിവസം ഒരാൾ വന്ന് നമ്മളെ മിരട്ടാണ്. എന്താണ്? വീട് ഒഴിഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് നമ്മളെ മിരട്ടാണ്. അപ്പൊ നമ്മൾ ആകെ പേടിക്കും. രണ്ടാമത്തെ ദിവസം ഒരാൾ നമ്മളെ മിരട്ടാണ്. അപ്പോഴും നമ്മളൊന്നും കൂടി ചെറുതായിട്ട് പേടിക്കും. മൂന്നാമത്തെ 4-ാമത്തെ 5-ാമത്തെ ദിവസം ഈ സെയിം ആളെന്നെ വന്ന് നമ്മളെ മിരട്ടാണെങ്കിൽ പോടാ പുല്ലെന്ന് നമ്മൾ പറയില്ലേ. അതേപോലെ തന്നെയാണ് ബാക്ടീരിയകളും. ആദ്യത്തെ വട്ടം ബാക്ടീരിയ എന്താ വിചാരിക്കുക? നല്ല പേടിക്കും ആന്റിബയോട്ടിക് കണ്ടു കഴിഞ്ഞാൽ. രണ്ടാമത്തെ വട്ടം വരുമ്പോ കുറച്ചും കൂടി ചെറുതായിട്ട് പേടിക്കും അല്ലെ. 3, 4, 5 വട്ടം ഈ സെയിം ആന്റിബയോട്ടിക് ആണ് ആ ബാക്ടീരിയയുടെ ശരീരത്തിൽ കയറുന്നതെങ്കിൽ ബാക്ടീരിയ പോയി പണി വെക്കുന്നു അല്ലെ. അപ്പോ ഈ ബാക്ടീരിയ ഒരു ധൈര്യം കൈവരിക്കും. എന്താണ് ബാക്ടീരിയക്ക്? എന്താണ്, ഇനിയിപ്പോ ഈ ആന്റിബയോട്ടിക് വന്നു കഴിഞ്ഞാൽ പുല്ലാന്നുള്ള രീതിയിൽ ഇരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഈ ആന്റിബയോട്ടിക്സിൽ നിന്ന് ഇയാള് ഒരു പ്രതിരോധ ശേഷി കൈവരിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇവർക്ക് കിട്ടാൻ കാരണക്കാരൻ ആരാന്നറിയോ? പ്ലാസ്മിഡുകളാണ്. ഈ പ്ലാസ്മിഡുകളാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആർക്ക് കൊടുക്കുന്നത്? ബാക്ടീരിയകൾക്ക് കൊടുക്കുന്നത്. മക്കൾക്ക് മനസ്സിലായോ? അപ്പൊ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആന്റിബയോട്ടിക് സെയിം ബാക്ടീരിയ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവര് ആ ആന്റിബയോട്ടിക്കിനെതിരെ ഒരു ധൈര്യം കൈവരിക്കും അല്ലെ. ആ ഒരു റെസിസ്റ്റൻസ് കൈവരിക്കും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു തടസ്സം കൈവരിക്കും. അതിനെയാണ് നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമുക്ക് നൽകാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾക്കല്ല കേട്ടോ, ബാക്ടീരിയകൾക്ക് കിട്ടാൻ കാരണം, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടാൻ കാരണം പ്ലാസ്മിഡുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡോക്ടർ ആന്റിബയോട്ടിക് മാറ്റി എഴുതുന്നത്.
മനസ്സിലായോ? ആദ്യത്തെ വട്ടം ഡോക്ടർ മരുന്ന് എഴുതും. ഡോക്ടർ മരുന്ന് എഴുതിയിട്ട് പനി മാറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാവും, ആ ഈ ആന്റിബയോട്ടിക് ഈ ബാക്ടീരിയക്ക് പറ്റില്ല, അത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടിയ ബാക്ടീരിയയാണ്, അപ്പൊ ഒന്നുകൂടി മാറ്റി എഴുതാന്ന് വിചാരിക്കും. അപ്പൊ മാറ്റി എഴുതും. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ ആന്റിബയോട്ടിക്കിനും ഓരോ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം ഒരു ആന്റിബയോട്ടിക് എഴുതി അതിനൊരു റെസിസ്റ്റൻസ് ഈ ബാക്ടീരിയക്ക് കിട്ടി. ഓക്കെ, ഇനി ആ ആന്റിബയോട്ടിക് വന്നു കഴിഞ്ഞാൽ പോടെ പുല്ലിയെന്ന് പറയും. ഇനി രണ്ടാമത്തെ വട്ടം വീണ്ടും വേറെ ആന്റിബയോട്ടിക് എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ ആ റെസിസ്റ്റൻസ് നമ്മുടെ ബാക്ടീരിയക്ക് ഉണ്ടാവില്ല. ഓക്കെ, മക്കള് മനസ്സിലാക്കുക, ഈ ഒരു കഴിവ്, ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള കഴിവ് നമ്മുടെ ബാക്ടീരിയകൾക്ക് കിട്ടാൻ കാരണം ആരാന്നറിയോ? അത് നമ്മുടെ പ്ലാസ്മിഡുകളാണ്. ക്ലിയർ ആയോ? സോ ഇവരുടെ ശരീരത്തിൽ കുറച്ച് ജീനുകൾ ഉണ്ടാവും. ഈ പ്ലാസ്മിഡിന്റെ അകത്ത് ജീനുകൾ ഉണ്ടാകും. ഈ ക്രോമസോം എന്താ, ഡി എൻ എ എന്താ, ജീൻ എന്താന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ സ്ലൈഡ് വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ക്രോമസോംസിന്റെ അകത്താണ് ഡി എൻ എ ഉള്ളത്, ഡി എൻ എയുടെ അകത്താണ് ജീൻ ഉള്ളത്. ഓക്കെ, ക്രോമസോംസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എൻ എ കൊണ്ടാണ്, ഡി എൻ എ ഉണ്ടാക്കിയിട്ടുള്ളത് ജീനുകൾ കൊണ്ടാണ്. ഓരോ ജീനും ശരീരത്തിലെ ഓരോ ക്യാരക്ടറിനും കാരണക്കാരനാവും. ഫോർ എക്സാമ്പിൾ, എനിക്ക് കറുത്ത കണ്ണുകൾ, എന്റെ കൃഷ്ണമണിയുടെ കളറ് കറുപ്പാണ്. ആ കറുപ്പ് എന്നുള്ള ക്യാരക്ടർ എന്റെ ശരീരത്തിൽ കൊടുക്കുന്നത് ഒരു ജീനാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോ ക്യാരക്ടറിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജീന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ജീനുകൾ, ഇപ്പൊ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീനുകളുണ്ട്, പ്ലാസ്മിഡ്. അത് പ്ലാസ്മിഡിന്റെ അകത്താണുള്ളത്, അത് പ്ലാസ്മിഡിന്റെ അകത്താണുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് സെൽ ഓർഗനൈൽസ്, ഞാൻ അതിലോട്ട് പോണില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ജസ്റ്റ് ഞാനൊരു ചോദ്യം ചോദിക്കാം, 2-3 ചോദ്യം, ഇതുവരെ പഠിച്ചതിൽ 2-3 ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കണ്ടന്റ് ആയി, ഇനി ഒരുപാട് നീട്ടി കൊണ്ടുപോയില്ലേ, ഫസ്റ്റ് ക്ലാസ് അല്ലേ, കുറച്ച് മതി. അപ്പൊ ഇനി ആ ഡി എൻ എയും ജീനും ക്രോമസോംസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തരാം. എങ്കിലും നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആവുള്ളൂ, എന്നിട്ടേ ഞാൻ ഇനി മൂവ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം റിയാനോടാണ്. റിയാൻ ആൻസർ പറയണം കേട്ടോ. കിങ്ഡം മൊണീറ കൺസിസ്റ്റ് ഓഫ്, ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ എക്സാമിനും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ പേടിക്കണ്ട, നമ്മുടെ ആൻസർ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കിങ്ഡം മൊണീറ കൺസിസ്റ്റ് ഓഫ്, ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ബ്ലൂ ഗ്രീൻ ആൽഗെ. കാണുന്നുണ്ട് റിയാനെ ഓപ്ഷൻസ് ഒക്കെ? ഓപ്ഷൻ സി സയാനോ ബാക്ടീരിയ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഏതാ ആൻസർ? ഓൾ ഓഫ് ദി അബവ്. ഓൾ ഓഫ് ദി അബവ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓൾ ഓഫ് ദി അബവ്. ഇനി സുമയ്യ ഉണ്ട് അവിടെ? സുമയ്യനോടാണ് ചോദ്യം. ഹു ക്ലാസിഫൈഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? അരിസ്റ്റോട്ടിൽ, തിയോഫ്രാസ്റ്റസ്, കാൾ ലിന്നേയസ്, ആർ.എച്ച്. വിറ്റാക്കർ. ആർ.എച്ച്. വിറ്റാക്കർ. ആർ.എച്ച്. വിറ്റാക്കർ. വെരി ഗുഡ്. നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ എക്സാംസിന് ഉണ്ടാവുക കേട്ടാ. നല്ല സിമ്പിൾ ആയിരിക്കും. 8 മാർക്ക് ചോദ്യത്തിലെ ഓപ്ഷൻസുകളുള്ള ചോദ്യവും ആർ.എച്ച്. വിറ്റാക്കർ ആണ്. വെരി ഗുഡ്. ഇനി വാട്ട് ഈസ് സെനനോടാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സെൽ വാൾ? പ്രൊട്ടക്ട്സ് ദ സെൽ വാൾ, give shape to the cell, movement, both A and B. Both A and B. Very good, very good. Both A and B. നമ്മുടെ നിതിൻ ഉണ്ട് അവിടെ? നിങ്ങൾ 3 പേരുള്ളോ? വേറെ ആരും ഇല്ല? ഇല്ല, 3 പേരേ ഉള്ളൂ. 3 പേരുള്ളൂ. അപ്പൊ അത് മതി. ഓക്കെ, അത് മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിടത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ നിങ്ങൾക്ക് മക്കളെ? ഓക്കെ. അപ്പൊ എന്നും ഒരു 1 അവറിന്റെ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. എന്നും 1 അവറിന്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ. യു ഡോണ്ട് ഹാവ് ടു വറി. പിന്നെ ഈ ടോപ്പിക് തീർന്നതിന് ശേഷം ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇൻ കേസ് ക്ലാസ് ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിലും ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്തത് അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നിങ്ങൾ ഫുൾ ടൈം ഫ്രീ ആണോ? ഞാനിപ്പോ രാത്രി 8 to 9 ഒക്കെ ക്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ നാളെ ചിലപ്പോ ക്ലാസ് വൈകുന്നേരം 8 മണിക്കാവും. ഞാൻ ഗ്രൂപ്പിൽ പറയാം.
ഓക്കെ ആണോ നിങ്ങൾക്ക്? പഠിക്കട്ടാ. ഈ ഓ. നോട്ടൊക്കെ തന്നെ പഠിച്ചാൽ മതി ട്ടാ. ഈ നോട്ടിലൊക്കെ തന്നെ പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തന്നെ നോട്ട് നിങ്ങൾക്ക് സ്കോർ. നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഈ ടോപ്പിക് കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക്കും മുനീറ കഴിഞ്ഞിട്ടില്ല. നാളത്തോടെ മുനീറ കഴിയും. മുനീറ കഴിഞ്ഞാൽ ഞാൻ കിങ്ഡം മുനീറ പറഞ്ഞിട്ട് ഒരു സ്ലൈഡ് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ. ഈ അടിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇടും. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെടാ. ഓക്കെ ശരി ശരി ട്ടാ. കാണാം. ഉഷാറായിട്ടിരിക്കും. സൺഡേ അല്ല, അടിച്ചു പൊളിക്ക്. ശരി എന്നാട്ടാ. ശരി.